സെക്കൻഡ് ചാപ്റ്റർ റിലേഷൻ ആൻഡ് ഫങ്ഷൻസ് എന്ന ചാപ്റ്ററിലെ പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ ഇസ് ഈക്വൽ ടു 1 2 3, ബി ഇസ് ഈക്വൽ ടു 3,4. ഇവിടെ ചോദിച്ചത് നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി. ഇവിടെ ഓപ്ഷൻസ് ഉണ്ട് 6, 16, 32 ആൻഡ് 64. ഇവിടെ റിലേഷൻസ് എന്നാണ് ഇവിടെ ഉപയോഗിച്ചത് അല്ലേ. റിലേഷൻസ് അതായത് എ ക്രോസ് ബിന്റെ സബ്സെറ്റുകൾ. അപ്പോൾ എ ക്രോസ് ബിയിൽ എത്ര എലിമെന്റ്സ് ഉണ്ടാവും? എ ക്രോസ് ബി കാർട്ടീഷ്യൻ പ്രോഡക്റ്റ് എ ക്രോസ് ബി, എയിൽ 3 ബിയിൽ 2. അപ്പം എ ക്രോസ് ബിയിൽ 3 into 2 ദാറ്റ് ഈസ് 6 എലിമെന്റ്സ് ഉണ്ടാവും അല്ലേ. അപ്പം ഇതിലെ സബ്സെറ്റുകളൊക്കെ റിലേഷനാണ്. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ ക്രോസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് റിലേഷൻസ്. അപ്പോൾ നമ്പർ ഓഫ് റിലേഷൻസ് ഈസ് ഈക്വൽ ടു 2 raised to 6 അല്ലേ. നമ്പർ ഓഫ് സബ്സെറ്റ് എന്ന് പറഞ്ഞാൽ 2 raised to 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 64. സോ ദ ലാസ്റ്റ് വൺ ഈസ് ദ ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ ആണ് ചോദിച്ചത്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 3 ബൈ എക്സ് മൈനസ് 5. ഇവിടെ കൊടുത്ത ഓപ്ഷൻ നോക്കൂ. ഇതിൽ ഡൊമൈൻ കാണണമെങ്കിൽ എന്ത് വേണം? ഡിനോമിനേറ്ററിൽ 0 വരാൻ പാടില്ല. ഡിനോമിനേറ്റർ 0 വന്നാൽ ഫംഗ്ഷണൽ ഡിഫൈൻഡ് അല്ല അല്ലേ. അപ്പോൾ ഡിനോമിനേറ്റർ 0 ഒഴിവാക്കിയിട്ടുള്ള എലമെന്റ്സ് ആണ് ഡൊമൈനിൽ വരിക. അപ്പോൾ ഡിനോമിനേറ്റർ 0 വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 5 0 ആവാൻ പാടില്ല. ഓക്കെ, അപ്പോൾ എക്സ് എന്താൻ പാടില്ല? 5 വരാൻ പാടില്ല. 5 വന്നാൽ 0 ആവില്ലേ. സോ 5നെ ഒഴിവാക്കണം. സോ 5നെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ ആർ മൈനസ് റിയൽ നമ്പേഴ്സ് കംപ്ലീറ്റ് വരണം. 5നെ ഒഴിവാക്കണം. സോ ആൻസർ ഈസ് ദ തേർഡ് വൺ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ ഡൊമൈൻ ഓഫ് ദ ഫംഗ്ഷൻ തന്നെയാണ്. ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ മൈനസ് 4 അതിന് ഡൊമൈൻ. ഇവിടെയും നമുക്ക് റൂട്ടിനകത്ത് റിയൽ ഫംഗ്ഷൻ ആയതുകൊണ്ട് റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല. റൂട്ടിനകത്ത് നെഗറ്റീവ് വന്നാൽ എന്തായി? കോംപ്ലക്സ് ആയി. അപ്പോൾ റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല. അതിൽ നമുക്ക് അറിയേണ്ടത്. സോ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് 4 പോസിറ്റീവ് ആവണം. 0 എന്നാലും കുഴപ്പമില്ല അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 4 ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആവണം. ദാറ്റ് ഈസ് എക്സ് സ്ക്വയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4 ആവണം അല്ലേ. അപ്പോൾ ഒരു നമ്പറിന്റെ സ്ക്വയർ 4ന് മേലെ വരണം. അങ്ങനത്തെ എക്സുകളൊക്കെ ഇവിടെ സ്വീകരിക്കാം. എല്ലാത്ത എക്സും സ്വീകരിക്കാൻ പാടില്ല. അപ്പോൾ എക്സ് എന്താവണം അല്ലേ? എക്സിന് 1 കൊടുക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. 2 കൊടുക്കാം അല്ലേ. 2ന്റെ സ്ക്വയർ ഈക്വൽ ആവുമല്ലോ. 3 കൊടുക്കാം അല്ലേ. അപ്പോൾ 2ന്റെ മേലുള്ള നമ്പറൊക്കെ കൊടുക്കാം. പിന്നെയോ -2 കൊടുക്കാം അല്ലേ. -3 കൊടുക്കാം. -3 സ്കോർ ചെയ്യുമ്പോൾ 4നേക്കാളും മേലെ പോകുമല്ലോ. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 2ന്റെ മേലെ വരാം, കുഴപ്പമില്ല. പിന്നെയോ എക്സിൻ്റെ വാല്യൂ -2നേക്കാളും ചെറുതും ആവാം അല്ലേ. -2നേക്കാളും ചെറുതാവാം. ഇതാണ് ആൻസർ. ഇങ്ങനെ ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയ ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ 2നേക്കാളും മേലെ വരാം, 2ന്റെ അങ്ങോട്ടും വരാം, -2ന്റെ ഇങ്ങോട്ടും വരാം അതല്ലേ. അപ്പം ഇതിൻ്റെ ഇടയിലുള്ള വരാൻ പാടില്ല. ബാക്കിലെല്ലാം വരാമെന്നാണ്. അപ്പം ഇതിൻ്റെ ഇടയിലുള്ളത് ഒഴിവാക്കണം. അങ്ങനെ ഒഴിവാക്കി നോക്കൂ. കണ്ടോ, ഇതിൻ്റെ ഇടയിലുള്ളത് ഒഴിവാക്കി. എല്ലാ റിയൽ നമ്പേഴ്സിനും -2ന്റെയും +2ന്റെയും ഇടയ്ക്കുള്ളതിന് ആ ഓപ്പൺ ഇൻ്റർവെല്ലിനെ നമ്മൾ ഒഴിവാക്കി. സോ ആൻസർ ഈസ് ഓക്കെ. ലാസ്റ്റ് വൺ. ഫോർത്ത് ക്വസ്റ്റ്യനും ഡൊമൈൻ കാണാൻ തന്നെയാണ്. ഫംഗ്ഷൻ നോക്കൂ. 9 - x². ഇവിടെയും റൂട്ടിനകത്ത് പോസിറ്റീവ് ആവണം. സോ 9 - x² ഇസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. നമുക്ക് 9 ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു x² എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇങ്ങനെ കാണുന്ന പ്രയാസം ഉണ്ടെങ്കിൽ x² ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9 എന്ന് കാണുമ്പോൾ ഒരു സുഖം ഉണ്ടാവും അല്ലേ. സോ x² ഇസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 9. അപ്പം സ്കോർ ചെയ്യുമ്പോൾ 9 താഴെ ആവണം. അപ്പോൾ 9 താഴെ ആവണമെങ്കിൽ 3ന്റെ താഴെ ആവണം, -3ന്റെ ഇങ്ങോട്ടും വരണം അല്ലേ. അപ്പോൾ ആൻസർ എവിടെ വരും? -3 3ന്റെ ഇടയിൽ വന്നാലേ സ്ക്വയർ 9ന്റെ താഴെ ആവുള്ളൂ. റെഡി അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസർ. 3യും -3യും വരാം. അപ്പോൾ ആൻസർ എന്തായിരിക്കും? ഓക്കെ, സെക്കൻഡ് വണ്ണ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ
ഇതുപോലെ ഡൊമൈൻ ഓഫ് ദ റിയൽ വാല്യൂ ഫംഗ്ഷൻ തന്നെയാണ് കാണാൻ പറഞ്ഞത്. ഇവിടെ നമുക്കറിയാം ഒരു കോഷ്യന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ അതിൽ ഡിനോമിനേറ്റർ ഉണ്ടെങ്കിൽ ഡിനോമിനേറ്റർ 0 ആവാൻ പാടില്ല അല്ലേ. അപ്പോൾ ഇവിടെ x² - x - 6 അത് 0 വരാൻ പാടില്ല. അപ്പോൾ 0 വരികയാണെങ്കിൽ എന്ത് സംഭവിക്കാം? x² - x - 6 = 0 ആവുകയാണെങ്കിൽ x എന്തൊക്കെ വരും നോക്കിയാൽ പോരെ. ഇവിടെ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്, നിങ്ങൾക്ക് ഇഷ്ടം പോലെ സോൾവ് ചെയ്യാം. x = -b ± √b² - 4ac/2a വെച്ചിട്ട് നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാം. അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്താൽ -6 ആഡ് ചെയ്താൽ -1 കിട്ടുന്ന രീതിയിലും സോൾവ് ചെയ്യാം അല്ലേ. ഇവിടെ അങ്ങനെയാണെങ്കിൽ x - 3 x + 2 ഇങ്ങനെ ചെയ്യാം അല്ലേ. മൾട്ടിപ്ലൈ നോക്കൂ, -6 ആഡ് ചെയ്താൽ -1. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ദാറ്റ് ഈസ് x3 വരും, x-ന് -2 വരും. ഈ രണ്ട് വന്നാൽ 0 ആവും എന്നർത്ഥം അല്ലെ. ഇത് രണ്ടും വരാൻ പാടില്ല അല്ലെ, തിരിഞ്ഞു പോയത് ഇത് രണ്ടും വരാൻ പാടില്ല എന്നാണ്. അപ്പൊ 3-നെയും -2-നെയും ഒഴിവാക്കണം റിയൽ സിസ്റ്റത്തിൽ നിന്ന്. അങ്ങനെ ഓപ്ഷൻ ഏതാണുള്ളത്? റിയൽ സിസ്റ്റത്തിൽ നിന്ന് 3-നെയും -2 ഒഴിവാക്കണം, ഇതല്ലേ. ഓക്കെ, ഇതാണ് മാറിപ്പോരുത്. ഇങ്ങനെ ഓപ്ഷൻ അവിടെ ഉണ്ടാവും, മാറിപ്പോരുത്. റൈറ്റ്. 6th ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻ ആണ്. രണ്ടും ഈക്വൽ ആയാൽ അതിൽ വൈൻ്റെ വാല്യൂ എന്താവണം അല്ലേ. അവിടെ കറക്റ്റാണ്. ഇപ്പം എക്സ് പ്ലസ് വൈയും ഇവിടെ എക്സ് മൈനസ് വൈയും ഈക്വൽ ആവണമെങ്കിൽ എക്സും ക്യാൻസൽ ചെയ്യാം. അപ്പം വൈയും മൈനസ് വൈയും ഈക്വൽ ആയപ്പോഴാണ് അല്ലേ, വൈയും മൈനസ് വൈ ഈക്വൽ ആവണ്ടേ. അപ്പൊ 0 അല്ലേ പറ്റുള്ളൂ. 0 എടുത്താലേ 0 - 0 അല്ലേ ഈക്വൽ ആവുള്ളൂ. വേറെ നമ്പറിന് അത് ഈക്വൽ ആവില്ലല്ലോ അല്ലേ. അപ്പം 0 ആണ് ആൻസർ. 7th ക്വസ്റ്റ്യനിൽ സെറ്റ് പി തന്നിട്ടുണ്ട് 0, 1, 2. അപ്പം നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പി ക്രോസ് പി ഇവിടെ ചോദിച്ചത്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ പി ക്രോസ് പി എന്താണ് അല്ലെ, ആ എലമെന്റ്സിന്റെ എണ്ണം മൾട്ടിപ്ലൈ ആണ്. അപ്പോൾ ഇവിടെ 3 times മൾട്ടിപ്ലൈ, 3 × 3 × 3 നമ്പർ ഓഫ് എലമെന്റ്സ് കാണാൻ. സോ 3 × 3 × 3 മീൻസ് 27 ആണ് ആൻസർ. 8th ക്വസ്റ്റ്യനിൽ ഡൊമൈനും റേഞ്ച് കാണാൻ പറഞ്ഞിട്ടുണ്ട്. ഈ തന്ന ഫംഗ്ഷൻ അല്ലേ, ഒരു ഹാഫ് സർക്കിൾ ആണ്, അതിന്റെ ഡൊമൈനും റേഞ്ചും. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂസ് ഇപ്പോൾ ഫംഗ്ഷൻ നമുക്ക് കണ്ടറിയാം. ഈ റെഡ് സർക്കിൾ ഹാഫ് സർക്കിൾ ആണ്, അതിലെ ഗ്രാഫ് അത് -4 മുതൽ 4 വരെ ഡിഫൈൻഡ് ആണ് അല്ലേ. ഇതിന്റെ -4 വരെ മുതൽ 4 വരെയുള്ള എല്ലാ പോയിന്റ്സിനും കറസ്പോണ്ടിങ് ഇമേജ് ഉണ്ട്. ഇവിടെ എവിടെയും ബ്രേക്ക് വന്നിട്ടില്ല. അപ്പം ഡൊമൈൻ ഈസ് ഈക്വൽ ടു എവിടെയാ -4 to 4 ഇൻക്ലൂഡിങ് -4 and 4. അപ്പോൾ -4 ക്ലോസ് ബ്രാക്കറ്റ് അല്ലേ. ഈ റേഞ്ച് ഈസ് ഈക്വൽ ടു, അതായത് വൈ വാല്യൂസ് ഗ്രാഫ് താഴോട്ട് ഇറങ്ങിയിട്ടില്ല അല്ലേ. ഗ്രാഫ് 0-ന് മുകളിലേ ഉള്ളൂ. അപ്പോൾ 0 to 4 വരെ റെഡി. അപ്പോൾ 0 മുതൽ 4 വരെ റെഡി, ക്ലോസ്ഡ് ആണ്, രണ്ടും ക്ലോസ്ഡ് ആണ്. ഇതാണ് ഡൊമൈൻ റേഞ്ച്. 9th ക്വസ്റ്റ്യൻ കൺസിഡർ ഫംഗ്ഷൻ ഡിഫൈൻഡ് ബൈ f of x = x² + 1 ഇവിടെ 3x - 1 രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. രണ്ട് ഫംഗ്ഷന്റെയും ഡൊമൈനും റേഞ്ചും കാണാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ട് ഫംഗ്ഷന്റെയും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ, ആ രണ്ട് ഫംഗ്ഷനും ഏത് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ. രണ്ട് ഫംഗ്ഷൻ വരയ്ക്കുകയാണെങ്കിൽ ആ രണ്ട് ഫംഗ്ഷനും ഏത് പോയിന്റിലാണ് മീറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ഡൊമൈൻ റേഞ്ച് കണ്ടുവെക്കാം. അതിൽ ഫസ്റ്റ് വൺ f of x = x² + 1ന്റെ ഡൊമൈൻ റേഞ്ച്. ഡൊമൈൻ എന്ന് പറയുമ്പോൾ എക്സ് വാല്യൂസ്. ഡൊമൈൻ എന്നൊക്കെ പറയുമ്പോൾ ഒരു ഫംഗ്ഷൻ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ റൂട്ടൊക്കെ വരുമ്പോൾ നേരത്തെ പറഞ്ഞില്ലേ, റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല അല്ലേ. അപ്പോൾ ഒരു കോഷ്യന്റ് ഫംഗ്ഷൻ ആണെങ്കിൽ, ഡിനോമിനേറ്ററുള്ള ഫംഗ്ഷൻ ആണെങ്കിൽ അവിടെ 0 വരാൻ പാടില്ല അല്ലേ. അങ്ങനെ നമുക്ക് പറയാൻ കഴിയും റൂട്ടിന്റെ കേസും ഡിനോമിനേറ്ററുടെ കേസും. ഇവിടെ അങ്ങനെ സംഗതി ഉണ്ടല്ലോ അല്ലേ. എക്സിന് എന്ത് കൊടുക്കാം, അവിടെ എക്സിന് എന്ത് കൊടുത്താലും കറസ്പോണ്ടിങ് ആൻസർ കിട്ടും അല്ലേ. ഏത് നമ്പർ കൊടുത്താലും അതിന് സ്ക്വയർ കാണാൻ കഴിയും. അപ്പൊ എക്സിനൊക്കെ എന്ത് കൊടുക്കാം അല്ലേ. ഈ ഗ്രാഫ് വരച്ച് നോക്കൂ, ഇതിന്റെ കറസ്പോണ്ടിങ് ഗ്രാഫ് എങ്ങനെയാ വരിക? x² എന്ന് പറഞ്ഞാൽ പരാബോള അല്ലേ. x² അങ്ങനെയുള്ള പരാബോളയാണ് അല്ലേ, ഇങ്ങനെയുള്ള കറക്റ്റ് ഇങ്ങനെയുള്ള പരാബോള.
അത് ഒരു സ്റ്റെപ്പ് മേലോട്ട് കയറണം. x² + 1 ആണ് അല്ലേ. അപ്പോൾ ആ ഒരു സ്റ്റെപ്പ് മേലോട്ട് കയറാം. അപ്പോൾ 1 പാസ് ചെയ്ത് പോകും. അപ്പം ഇങ്ങനെയുള്ള പരാബോളയാണ് വരിക. ആ പരാബോള ഇങ്ങനെ മേലോട്ട് പോകുമ്പോൾ വൈഡായി വരും, മേലോട്ട് വൈഡായിട്ട് പോകും അല്ലേ. അപ്പോൾ ഏത് എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ഗ്രാഫ് ഉണ്ടാവും, ഏത് എക്സ് എടുത്താലും കറസ്പോണ്ടിങ് ഗ്രാഫ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഡൊമെയിൻ = നമുക്ക് പറയാം എൻ്റെ റിയൽ വാല്യൂസ് അല്ലേ, എങ്ങനെയും പറയാം അല്ലേ, -∞ എങ്ങനെയും പറയാം ഡൊമെയിൻ. ഈ റേഞ്ചോ ഗ്രാഫ് ഇതാ ഈ പോയിന്റ് 1 ആണ് അല്ലേ. 1ന്റെ മുകളിലേക്കല്ലേ ഗ്രാഫ് ഉള്ളൂ, 1 താഴോട്ട് ഗ്രാഫ് ഉണ്ടോ ഇല്ല, 1ന്റെ മുകളിലേക്കുള്ളൂ. 1ന്റെ മുകളിലേക്ക് എങ്ങനെയും ഗ്രാഫ് കയറി പോകും. 1 to ∞, അതല്ലേ വാല്യൂ, അതല്ലേ റേഞ്ച്. യെസ്. അപ്പോൾ 1 to ∞. ഇൻഫിനിറ്റിയുടെ സൈഡിൽ എപ്പോഴും ഓപ്പൺ ബ്രാക്കറ്റ് ഉണ്ടാവുക അല്ലേ. 1ന്റെ സൈഡ് ഇവിടെ 1 ഇൻക്ലൂഡിങ് ആയതുകൊണ്ട് 1 ക്ലോസ്ഡ് ആണ്. ഇനി അതിൽ കൂടെ തന്നെ ക്വസ്റ്റ്യൻ ഉണ്ട്, ഏത് പോയിന്റിലാണ് രണ്ട് ഗ്രാഫ്, ഒരു ഗ്രാഫിന്റെ ഡൊമൈനും റേഞ്ചും പറയാണ്ട് അല്ലേ. അപ്പൊ സെക്കൻഡ്, അതിൽ തന്നെ സെക്കൻഡ് ഫംഗ്ഷൻ 3x - 1 ഈ ഫംഗ്ഷൻ, ഇതില് ഇവിടെയും ഡിനോമിനേറ്ററിലൊന്നുമല്ലല്ലോ ഈ ഫംഗ്ഷൻ കിടക്കുന്നത് അല്ലല്ലോ, റൂട്ടില്ലാണോ. നേരത്തെ പറഞ്ഞ പോലെ എക്സിന് എന്ത് കൊടുക്കാം ഇവിടെ അല്ലെ, ലൈനാണ്, പ്രശ്നമല്ല. അപ്പൊ എങ്ങനെ ഇത് ഏകദേശം ഏത് രീതിയിലാ ഈ ഫംഗ്ഷൻ വരിക വരക്കാണെങ്കിൽ, 3x സ്ലോപ്പ് 3 ആണ്, -1 പാസ് ചെയ്ത് പോകും അല്ലേ. ഇതാ y = mx + c സ്റ്റൈലാണ്. അപ്പൊ സിയിലൂടെ പാസ് ചെയ്ത് പോകും അല്ലേ. എം ആണ് സ്ലോപ്പ്, സി എന്ന് പറഞ്ഞാൽ y ആക്സിലാണ് സി ഉണ്ടാവുക. അപ്പം സി ഇവിടുത്തെ -1 ആണ്, 3 ആണ് സ്ലോപ്പ്. അപ്പോൾ കുറച്ച് സ്ലോപ്പ് അധികം ഉണ്ടാവും, ഏകദേശം ഇങ്ങനെ ഉണ്ടാവും അല്ലേ. ഇങ്ങനത്തെ ലൈനാണ്, ഇതാണ് ഗ്രാഫ്. അപ്പോൾ ഏത് എക്സ് എടുത്താലും കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടാവും, ഏത് എക്സ് എടുത്താലും കറസ്പോണ്ടിങ് വാല്യൂ ഉണ്ടാവും. അപ്പോൾ ഇവിടെയും ഡൊമെയിൻ നമുക്ക് പറയാം, ഡൊമെയിൻ = എൻ്റെ റിയൽ വാല്യൂ. ഇവിടെ റേഞ്ചോ റേഞ്ച് എന്ന് പറഞ്ഞാൽ വൈ വാല്യൂസ് മേലോട്ട് കയറി പോകുന്നില്ലേ, താഴോട്ട് ഇറങ്ങുന്നില്ലേ. അപ്പൊ ഇവിടെയും വൈ വാല്യൂ എന്ത് തന്നെയാണ്, എൻ്റെ റിയൽ വാല്യൂസ്, അല്ലെങ്കിൽ -∞ to ∞, രണ്ടും സെയിം ആണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, ഏത് പോയിന്റിലാണ് ഈ രണ്ട് ഗ്രാഫ് മീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ പറയാൻ കഴിയും നമുക്ക്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, രണ്ട് മീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ഈക്വൽ ആവണം അല്ലേ, രണ്ട് ഈക്വൽ ആവണം. അപ്പൊ നമുക്ക് ആൾജിബ്രയ്ക്കിൽ എഴുതാൻ കഴിയും, അതായത് ഗ്രാഫിന്റെ ആവശ്യമൊന്നുമില്ല, ഗ്രാഫ് വരച്ചാലും സുഖമാണ്. ഈ ഗ്രാഫ് എവിടെ കൊണ്ട് വരച്ചാൽ മതി, നമുക്ക് നേരത്തെ എവിടെ മീറ്റ് ചെയ്യുന്നത് മനസ്സിലാവും. ഗ്രാഫ് വരക്കുമ്പോൾ വൃത്തിയായി വരക്കണം എന്നുള്ളൂ, എന്നാൽ കറക്റ്റ് പോയിന്റ്സ് കിട്ടും. നമുക്ക് ആൾജിബ്രയ്ക്കിൽ പറയാൻ കഴിയും രണ്ടും ഈക്വൽ ആവണ്ടേ. ഇപ്പൊ x² + 1 3x - 1 ഈക്വൽ ആവണം അല്ലേ. അതായത് x² - 3x ഇവിടെ വരുമ്പോൾ +2 = 0. ഏതൊക്കെ പോയിന്റിലെ വരിക നോക്കാം. ഇതില് മൾട്ടിപ്ലൈ ചെയ്താൽ 2 ആഡ് ദ -3, അപ്പം x - 1 x - 2 അല്ലേ. മൾട്ടിപ്ലൈ നോക്കൂ, 2 ആഡ് ചെയ്ത് നോക്കൂ -1, ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സിന് 1 ആവാം 2 ആവാം, 1ലും 2ലും മീറ്റ് ചെയ്യും. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. ടച്ച് ചെയ്യുന്ന രീതിയിൽ ആയിരിക്കും ഗ്രാഫ് ഉണ്ടാവുക, ഏകദേശം ഗ്രാഫ് എങ്ങനെയാ വരയ്ക്കുക. 10th question, ഫൈൻഡ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ x/2, അതാണ് ഉദ്ദേശിച്ചത്. ഇവിടെ സ്ക്വയർ ബ്രാക്കറ്റ് അതാണ് ഉദ്ദേശിച്ചത്, ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ x/2. അവിടെ 1 ≤ x ≤ 8. ഇവിടെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആണ് അല്ലേ. ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ്റെ ഗ്രാഫിംഗ് ഓർമ്മ ഉണ്ടാവും, ഇങ്ങനെ സ്റ്റെപ്പായിട്ടല്ലേ. ഇവിടെ ഫംഗ്ഷൻ 1 ആണ്, ഇവിടെ അല്ല, അങ്ങനെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ആയിട്ട്. ഇനി കൊടുത്തു നോക്കൂ, 1 കൊടുത്തു നോക്കൂ, 1 കൊടുത്താൽ ഹാഫ് ആവും അല്ലേ. ടീച്ചർക്ക് ഹാഫ് തന്നെയല്ലേ വരിക. 1 കൊടുത്താൽ ഏറ്റവും മിനിമം വാല്യൂ ഹാഫ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ ഉണ്ടാവുക അല്ലേ. ഹാഫിൻ്റെ ഔട്ട്പുട്ട് 0 ആണ്. ഹാഫ് എന്ന് പറഞ്ഞാൽ 0.5, 0.5ൻ്റെ ഔട്ട്പുട്ട് 0 ആണ്.
ഗ്രേറ്റസ്റ്റ് ഇന്റിജർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതായത് അതിന്റെ ഔട്ട്പുട്ട് വരിക ഇതിന്റെ തൊട്ട് ബാക്കിലുള്ള ഏറ്റവും വലിയ ഇന്റിജർ അല്ലെ, തൊട്ട് ബാക്കിലുള്ള വലിയ ഇന്റിജർ എന്ത് തന്നെയാണ്? 0 ആണ്. അപ്പൊ 0 ആണ് ഇതിന്റെ സ്റ്റാർട്ടിങ് വാല്യൂ ഉണ്ടാവുക. പിന്നെ അടുത്തത് എല്ലാം കൊടുത്തു നോക്കാം അല്ലെ, എല്ലാ നമ്പറും കൊടുക്കണം. 1 കൊടുത്താൽ 1.1 കൊടുക്കാം, 1.2 കൊടുക്കാം, 1.3 കൊടുക്കാം, ഒക്കെ കൊടുക്കാം. പക്ഷെ ആൻസർ എന്താ വരില്ലേ? ആൻസർ ഇന്റിജേഴ്സ് അല്ലേ ആൻസർ വരിക അതില്. ഒന്നുകിൽ 0, 1, 2 ആൻസർ ആണ് നമ്മളെ റേഞ്ച് എന്ന് പറയുന്ന സാധനം അല്ലെ, ഔട്ട്പുട്ട്. ഇനി 2 കൊടുത്തു നോക്കൂ, 2 കൊടുത്താൽ 2/2 1 ആവും. 1ന് 1 തന്നെയാണ് അല്ലെ. ഇനി 3 കൊടുത്തു നോക്കൂ, 3 എന്ന് പറഞ്ഞാൽ 3/2 വരും. 1.5 വന്നാലും എന്തെന്നെ വരിക? 1.5 വന്നാലും ആൻസർ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. നേരത്തെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അങ്ങനെ 8 വരെ കൊടുക്കാം. 8 വരെ കൊടുത്താൽ 8/2 എന്ന് പറഞ്ഞാൽ 4. 4ന് ആൻസർ 4 തന്നെയാണ്. അപ്പൊ 0 മുതൽ 4 വരെ നമുക്ക് ആൻസർ കിട്ടും. ഇന്റിജറെ കിട്ടുള്ളൂ, ഇന്റിജർ മാത്രമല്ലേ ആൻസറേ വരുള്ളൂ. റേഞ്ച് ഈസ് ഈക്വൽ ടു സെറ്റ്. റേഞ്ച് ഈസ് ഈക്വൽ ടു സെറ്റ് ആണ്. 0 വരാം, 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം. 11th ക്വസ്റ്റ്യൻ ഇവിടെ വന്നത് ടു സെറ്റ്സ് ആണ്. സെറ്റ് എയും സെറ്റ് ബിയും. നമ്പർ ഓഫ് റിലേഷൻസ് ഫ്രം എ ടു ബി ആണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം റിലേഷൻസ് പറഞ്ഞാൽ എ ക്രോസ് ബിന്റെ സബ്സെറ്റുകളാണ്. എ ക്രോസ് ബിയിൽ ഇവിടെ 3x1 അല്ലെ, 3x1 എന്ന് പറഞ്ഞാൽ 3 എലമെന്റ്സ് ഉണ്ടാവുക എ ക്രോസ് ബിയിൽ. എ ക്രോസ് ബിയിലെ സബ്സെറ്റ്സ് അതായത് നമ്പർ ഓഫ് റിലേഷൻസ് ഈസ് ഈക്വൽ ടു ഇവിടെ എഴുതാം. ഇവിടെ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 raised to നമ്പർ ഓഫ് സബ്സെറ്റ് 2 raised to 3 ദാറ്റ് ഈസ് 8 അല്ലെ. ഇനി നമ്പർ ഓഫ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാലോ, നമ്പർ ഓഫ് ഫങ്ഷൻസ് ഇതാ ഇവിടെ 3 എലിമെന്റ്സ് ഉണ്ട്, ഇവിടെ 2 എലിമെന്റ്സ് എന്ന് വെക്കുക. ഇവിടെ എ ആണ്, ഇവിടെ ബി ആണ്. നമ്പർ ഓഫ് ഫങ്ഷൻസ് എ ടു ബി എന്ന് പറയുമ്പോൾ 2 raised to 3 ആണ് എലമെന്റ്സ്. ആൻസർ ദാറ്റ് ഈസ് 8. നോക്കട്ടോ, എ 3 എലമെന്റ്സ്, ബിയിൽ 2 എലമെന്റ്സ്. നമ്പർ ഓഫ് ഫങ്ഷൻസ് ഫ്രം എ ടു ബി ആണെങ്കിൽ ഇവിടെ 2 raised to 3 ആണ് 8. ആൻസർ 8. ഇനി ഇവിടെ നമുക്ക് ഇങ്ങനെ പറയാം, ഇവിടെ 2, 3 നേരെ തിരിച്ച് ഇവിടെ ബി ആണ്, ഇത് എ ആണ്. ബി ടു എ ആണെങ്കിലോ 3 സ്ക്വയർ അല്ലെ, 3 സ്ക്വയർ 9 ഫങ്ഷൻസ്. ഇവിടെ 8 ഫങ്ഷൻസ് ഉണ്ടാവും. ബി ടു ആണെങ്കിൽ 9 ഫങ്ഷൻസ്. അതേപോലെ ഇവിടെ നോക്കൂ, ബിയിൽ എത്ര എലിമെന്റ്സ് ഉള്ളൂ? ബി ടു എയിലെ ബിയിൽ എത്ര എലിമെന്റ്സാ? 1. എ എത്ര എലിമെന്റ്സാ? 3 തന്നെയാണ്. അപ്പൊ നമ്പർ ഓഫ് ഫങ്ഷൻസ് ഈസ് ഈക്വൽ ടു 3 raised to 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ആണ് ആൻസർ. ഇത് ആൻസർ 3 ആണ്. ഇവിടെ ഫസ്റ്റ് അതിന്റെ കറസ്പോണ്ടിങ് ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഗ്രാഫ് എന്നുണ്ട്, ഗ്രാഫിൽ നിന്ന് ഫംഗ്ഷൻ എഴുതാണ് പറഞ്ഞത്. ഇവിടെ ഇതൊരു കോൺസ്റ്റന്റ് ഗ്രാഫാണ് അല്ലെ. -3 മുതൽ 0 വരെ കോൺസ്റ്റന്റ് ഗ്രാഫാണ്. 0 എന്ന് തുടങ്ങിയാൽ പിന്നെ അല്ലേ ഒരു ഐഡന്റിറ്റി ഗ്രാഫ് അല്ലേ. 1ന് 1, 2ന് 2, 3ക്ക് 3 എന്ന രീതിയിലാണ് കൊടുത്തത്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഒറ്റ ലൈനല്ല, ഒറ്റ ലൈനാണെങ്കിൽ നേരെ എഴുതിയാൽ മതി. ഇവിടെ ബ്രേക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഴുതാൻ കാരണം, രണ്ടെണ്ണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ -3 to 0 വരെ ഇവിടെയാണ് നമുക്ക് എന്ത് എഴുതാം? അതിൻ്റെ ഡൊമൈൻ എഴുതാം. അപ്പോൾ -3 x <0. ഇവിടെ 3 ഇവിടെ ബോൾഡ് ആയതുകൊണ്ട് 3 ഉൾപ്പെടെ നമുക്ക് എഴുതാം അല്ലേ. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ കരുതിയെങ്കിൽ 3 ഉൾപ്പെടെ. ഇവിടെയോ 0 ടച്ച് ചെയ്യുന്നില്ല, ഇവിടെ ടച്ച് ചെയ്തില്ല. അപ്പോൾ ഇവിടെ 0 < ഉള്ളൂ. അതിൻ്റെ ഔട്ട്പുട്ട് ഐഡന്റിറ്റി ഫംഗ്ഷൻ ദാറ്റ് ഈസ് -1 ആണ് ആൻസർ. ദാറ്റ് ഈസ് ഔട്ട്പുട്ട്. 0 കഴിഞ്ഞാൽ 0 ഉൾപ്പെടെ അല്ലേ, എക്സ് ഉൾപ്പെടെ 3 വരെയാണ് ഇവിടെ ബോൾഡാക്കി വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 ഉൾപ്പെടെ, അല്ലെങ്കിൽ ലൈൻ കടന്നു പോകും. ഇവിടെ ബോൾഡാക്കി വരച്ചത് കൊണ്ട് നമുക്ക് പറയാം 3 വരെയാണ്. സോ ഇവിടെ ദാറ്റ് ഈസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ആണ്. സോ എക്സ് അല്ലേ, 0ന് 0, 1ന് 1, 2ന് 2, എക്സിന് എക്സ് ആണ് ഔട്ട്പുട്ട്. അപ്പോൾ എക്സിന് ഔട്ട്പുട്ട് റെഡി. ഇതാണ് ഫംഗ്ഷൻ. ഇനി അതിൻ്റെ ഡൊമൈൻ റേഞ്ച് ചോദിച്ചിട്ടുണ്ട്. സോ ഡൊമൈൻ ഈസ് ഈക്വൽ ടു, ഡൊമൈൻ ഇവിടെ തന്നെ കിട്ടും, ഇതല്ലേ ഡൊമൈൻ. -3 മുതൽ 3 വരെ ഉണ്ട് അല്ലേ, എല്ലാ പോയിന്റ്സിലും ഉണ്ട്. -3 മുതൽ 3 വരെ ഗ്രാഫ് ഉണ്ടായാലും മനസ്സിലാവും. 0ന് ഫംഗ്ഷൻ ഉണ്ട് അല്ലേ.
സോ -3 3 ക്ലോസ്ഡ് ഇന്റർവൽ ആണ്. ഇനി റേഞ്ച് ഇതാ ഇവിടെ -1 മാത്രമേ ഉള്ളൂ. ഇവിടെ 0 മുതൽ 3 വരെ ഉണ്ട് അല്ലേ? 0 മുതൽ 3 വരെ ഉണ്ട്, അത് ക്ലോസ്ഡ് ആണ്. പിന്നെ എന്തും കൂടി ഉണ്ട്, -1 കൂടി ഉണ്ട്. സോ യൂണിയൻ -1 ഒറ്റയ്ക്കായതുകൊണ്ട് ഇന്റർവൽ ആക്കി എഴുതാൻ കഴിയില്ല. -1 സിംഗിൾട്ടൺ സെറ്റ് ആണ്. സോ -1 ഒറ്റയ്ക്ക്, യൂണിയൻ -1. റെഡി. 30th question. Domain and range of the function f of x equal to modulus of x minus 4 divided by x minus 4. ഇതിൻ്റെ ഡൊമൈനും റേഞ്ചും എഴുതാൻ പറഞ്ഞത്. ഇതേപോലെ ഒരു ഫംഗ്ഷൻ നമുക്ക് പരിചയമുണ്ട് നേരത്തെ. ഏതാ? എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു മോഡ് എക്സ് ബൈ എക്സ്. എന്തായിരുന്നു ആ സിഗ്നം ഫംഗ്ഷൻ? ഇവിടെ എക്സ് 0 വരാൻ പാടില്ല അല്ലേ? എക്സ് നോട്ട് ഈക്വൽ 0 ആണ്. ഇതാണ് അതിൻ്റെ മറ്റൊരു രീതിയിലാണ് എഴുതിയിരുന്നത്. ഇങ്ങനെ സിഗ്നം ഫംഗ്ഷൻ ഇങ്ങനെ എഴുതുന്നത്, ഇവിടെ എക്സ് 0 ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ വരും. ഇവിടെ എക്സ് നെഗറ്റീവ് ആയാലും ഇങ്ങനെ, എക്സ് പോസിറ്റീവ് ആയാലും ഇങ്ങനെ. ഇതിവിടെ പറയാൻ കാരണം എക്സ് ബൈ എക്സ് എന്നാൽ ഇവിടെ കൊടുത്ത അതേ വാല്യൂ ഇവിടെയും കൊടുക്കാം. അപ്പോൾ 1 കിട്ടുള്ളൂ. അല്ലെങ്കിൽ എന്താവും, ഇവിടെ നെഗറ്റീവ് ആവുമ്പോൾ താഴെ നെഗറ്റീവ് ആവും, മേലെ പോസിറ്റീവ് ആവും. അപ്പോൾ -1 കിട്ടും അല്ലേ? പോസിറ്റീവ് ആണെങ്കിലോ മേലും താഴെ ഒരേ വാല്യൂ, അപ്പോൾ +1 കിട്ടും അല്ലേ? നെഗറ്റീവ് കൊടുത്താൽ എന്താവും, എക്സ് നെഗറ്റീവ് ആണെങ്കിൽ മേലെ എന്തായാലും മോഡുലസ് എടുക്കുമ്പോൾ മേലെ പോസിറ്റീവ് ആവും, താഴെ നെഗറ്റീവ് ആവും. അപ്പോൾ എന്തായി, 3/-3 എന്ന് പറഞ്ഞ പോലെ, 3/-3 എന്ന് പറഞ്ഞ പോലെ അല്ലേ വരിക? അപ്പോൾ എന്തായി, -1 ആയി വരിക. ഇനി പോസിറ്റീവ് കൊടുക്കുകയാണെങ്കിലോ മേലും താഴെയും പോസിറ്റീവ് തന്നെ, ബൈ ഒരുപോലെ വരും. സോ 1 വരും. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട്. ഇവിടെ നോക്കുക, അങ്ങനെ തന്നെയല്ലേ ഇവിടെയും വരിക. ഇവിടെ ഫസ്റ്റ് ഡൊമൈൻ ചോദിച്ചിട്ടുണ്ട്. ഡൊമൈൻ നമുക്ക് നേരിട്ട് പറയാം. ഡൊമൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ് എന്ത് കൊടുക്കാൻ പാടില്ല, ഡിനോമിനേറ്ററിൽ 0 വരുന്ന രീതി കൊടുക്കാൻ പാടില്ല. അപ്പോൾ എക്സിന് 4 കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എൻ്റെ റിയൽ വാല്യൂസ് ആണ്, അതിന് 4 ഒഴിവാക്കിയാൽ മതി, എളുപ്പത്തിൽ ചെയ്യാം. റേഞ്ചോ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയും ഒരേ വാല്യൂസ് വരിക. അതായത് സെയിം വാല്യൂ വരും. ഇവിടെ പോസിറ്റീവ് ആണെങ്കിൽ, അല്ലെങ്കിലോ നെഗറ്റീവ് ആണെങ്കിൽ -1 വരും. അപ്പം ഇതിൽ നമുക്ക് വരിക ഒന്നുകിൽ +1ഉം -1ഉം. ഇവിടെ 0 വരിക എന്ന കേസ് ഇവിടെ വരില്ല. കാരണം 0 വരണമെങ്കിൽ എക്സിന് 4 കൊടുക്കണം. അപ്പം അല്ലേ, എക്സിന് 4 കൊടുത്ത് ഇവിടെ ഡിഫൈൻഡ് അല്ലല്ലോ, 4 ഒഴിവാക്കിയില്ലേ കേസാണ് കേട്ടോ. ഇവിടെ 0 വരാൻ കാരണം അങ്ങനെ തന്നെ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടാണ് സിഗ്നം ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് എങ്ങനെയാ, 0 ഇങ്ങനെ 0 ആകുമ്പോൾ 0 ആയിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് സിഗ്നം ഫംഗ്ഷന്. അതുകൊണ്ടാണ് 0 വന്നത്. റെഡി? ഇവിടെ അങ്ങനെ ഡിഫൈൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് 0 വരൂല. ഇത് തന്നെ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അതായത് ഫൈൻഡ് ദ ഡൊമൈൻ ആൻഡ് റേഞ്ച് ഓഫ് √16 - x². അല്ലേ? ഇതേപോലെ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നു, പക്ഷെ അവിടെ റേഞ്ച് കണ്ടിട്ടില്ല, ഡൊമൈനാണ് കണ്ടത്. അപ്പോൾ ഇവിടെയും ഡൊമൈൻ ഒന്ന് കണ്ടു നോക്കാം. ഡൊമൈൻ ഈസ് ഈക്വൽ ടു ഡൊമൈൻ, അതായത് എന്താ, റൂട്ടിനകത്ത് നെഗറ്റീവ് വരാൻ പാടില്ല അല്ലേ? അപ്പോൾ x² - 16 16 - x², അത് പോസിറ്റീവ് ആവണം അല്ലേ? 0 വരാൻ കുഴപ്പമില്ല. ഇനി അപ്പോൾ 16 കരുതാൻ x². x² 16 താഴെ ആവണം. എന്താ വരിക, -4നെയും +4നെയും ഇടയിലുള്ള വാല്യൂസ് കൊടുത്താലേ x² ചെറുതാവുള്ളൂ. അപ്പോൾ ഡൊമൈൻ ഈസ് ഈക്വൽ ടു -4 + 4 ഇടയിലാണ്. റേഞ്ച് ഇതൊക്കെ എക്സിനൊക്കെ കൊടുക്കാം കേട്ടോ. റേഞ്ചോ ഇത് കൊടുത്താൽ കിട്ടുന്ന ഔട്ട്പുട്ട് അതല്ലേ റേഞ്ച്. ഇത് കൊടുത്തു നോക്കുക, -4 ഇത് കൊടുത്തു നോക്കുക. -4 കൊടുത്താൽ എന്താ വരിക, 16 - 16 വരും അല്ലേ? 0 ആയി പോകും. 4 കൊടുത്താലോ 16 - 16 0 ആയി പോകും. അപ്പോൾ 0 എന്നൊരു ഔട്ട്പുട്ട് കിട്ടും. ഇനി 0 കിട്ടും. ഇനി ഇവിടെയുള്ള നോക്കൂ, -3 -2 1 ഒക്കെ ഉണ്ടാവില്ല ഇവിടെ അല്ലേ? 0 എന്ന് കൊടുത്തു നോക്കുക, 0 കൊടുത്തു നോക്കുക. അപ്പോൾ 16 - x², 60 - 0 60 തന്നെ. അപ്പോൾ 60 - 0 16 ആവും. 16 റൂട്ട് എത്രയാ, 4 വരും അല്ലേ? ഇനി ഇത് ഏത് വാല്യൂ കൊടുത്താലും ഇതിൻ്റെ ഇടയിൽ ആൻസർ അല്ലേ വരുള്ളൂ അല്ലേ? 1 കൊടുത്തു നോക്കൂ. 1 എടുത്താൽ 60 - 1 √15 ആവും. √15 എന്ന് ഇതിൻ്റെ ഇടയിലേക്കല്ലേ വരിക.
ഈ 2 കൊടുത്ത് നോക്കൂ, 2 കൊടുത്താൽ റൂട്ട് 12 എന്നാവും. അതിനിടയ്ക്കല്ലേ വരിക, എന്ത് കൊടുത്താൽ ഇനി ഇടയിലേ വരുള്ളൂ. അപ്പോൾ റേഞ്ച് ഇസ് ഈക്വൽ ടു 0 to 4 ക്ലോസ് ഇന്റർവൽ. ഇതും ക്ലോസ് ഇന്റർവൽ. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ ഗ്രാഫിന്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഏതാണ്, അതായത് ഫംഗ്ഷൻ ഏതാണ്, ഡൊമൈനും റേഞ്ചും എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ എന്താ, ഒറ്റ ലൈനേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ ലൈനല്ലേ ഉള്ളൂ. യെസ്, അത് മതി. അപ്പോൾ നേരെ എഴുതാൻ കഴിയും. ഇവിടെ നോക്കൂ, 5 പാസ് ചെയ്യുന്നുണ്ട്, ഇവിടെയും 5 പാസ് ചെയ്യുന്നുണ്ട് അല്ലേ. അങ്ങനെ ഒരു സംഗതി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. എങ്ങനെയാ, എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈസ് ഈക്വൽ ടു 1 അല്ലേ. എക്സ് ആക്സിൽ എയിലൂടെ പാസ് ചെയ്യുക, വൈ ആക്സിൽ ബിയിലൂടെ പാസ് ചെയ്യുക. റെഡി. അപ്പോൾ നമുക്ക് ഇവിടെ എക്സ് ബൈ എ എന്താ 5 ആണ്, ബിയും 5 തന്നെയാണ്, 5 പാസ് ചെയ്യുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് പ്ലസ് വൈ കോമൺ 5 കോമൺ ആയിട്ട് എഴുതിയിട്ട് റൈറ്റ് സൈഡിൽ കൊണ്ടുപോകാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഇങ്ങനെ എഴുതാം. ഫംഗ്ഷൻ കിട്ടി. ഫംഗ്ഷൻ നമുക്ക് ഒന്നുകൂടി വൈ രൂപത്തിൽ എഴുതാം, 5 മൈനസ് എക്സ് അല്ലേ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 5 മൈനസ് എക്സ് എന്ന് എഴുതാം. വൈക്കിൽ എഴുതിയാലും എഫ് ഓഫ് എക്സ് രൂപത്തിൽ എഴുതിയാലും രണ്ടും സെയിം തന്നെയല്ലേ. ഇനി ഡൊമൈൻ ഈസ് ഈക്വൽ ടു ഡൊമൈൻ ആണ് എക്സ് വാല്യൂസ്. എക്സ് വാല്യൂസ് ഏത് മുതലാ, -2 മുതൽക്കേ ഗ്രാഫ് ഉള്ളൂ അല്ലേ. -2 മുതൽ 6 വരെ ഉള്ളൂ. അങ്ങോട്ട് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടില്ല. ഇവിടെ 7 ഇവിടെ എഴുതിനെങ്കിൽ കൂടി ഫംഗ്ഷൻ 6 വരെ ഉള്ളൂ. -2 to 6. ഇനി റേഞ്ചോ, റേഞ്ച് ഗ്രാഫ് താഴോട്ട് ഇറങ്ങുന്നില്ല അല്ലേ, ഇവിടെ ക്ലോസ്ഡാണ്. അപ്പോൾ -1 താഴോട്ട് ഇറങ്ങുന്നില്ല, -1 to 7 വരെ പോകുന്നുണ്ട്. സോ -1 to 7 റേഞ്ച് ഡൊമൈനുമായി. ഓക്കെ.